ആലപ്പുഴയിൽ CPIM നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ BMS പ്രവർത്തകരായ 7 പ്രതികൾക്ക് 11 വർഷവും 6 മാസവും തടവ് ശിക്ഷ. CPIM കളർകോട് ലോക്കൽ കമ്മിറ്റി അംഗം ഗിരീഷ് കുമാറിനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആലപ്പുഴ ജില്ലാ മാജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. 2013 ഫെബ്രുവരി 12-നാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, എന്താണ് കോടതിയുടെ വിധി? അനുജ, 10 വർഷങ്ങൾക്ക് ശേഷമാണ് ദാരുണമായൊരു സംഭവത്തിൽ കോടതി വിധി വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിലെ സെഷൻസ് കോടതിയാണ് ഈ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. 2013 ഫെബ്രുവരി 12-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആലപ്പുഴ ബൈപ്പാസിന് സമീപത്ത് വെച്ചാണ് അന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹി ഒപ്പത്തിന് ആലപ്പുഴ കളർകോട് ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ഗിരീഷ് കുമാറിനെ മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ശരീരത്തിൽ ഏകദേശത്തോളം 30ഓളം വെട്ടുകൾ ഉണ്ടായിരുന്നു. കാലും കൈയും കാലും പരിക്കേൽപ്പിച്ചു, വെട്ടിയെടുത്തു പിന്നീട് മരിച്ചെന്ന് കരുതി പ്രതികൾ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. ആ ഒരു സംഭവത്തിലാണ് 10 വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴയിൽ കോടതി ഈ കേസ് ഇതിന് വിധി പറഞ്ഞിട്ടുള്ളത്. കാരണം അന്ന് അക്രമത്തിന് കാരണമായി അന്ന് പറയപ്പെട്ടതല്ല FIR-ൽ പറഞ്ഞത് ആലപ്പുഴ സനാതന കോളേജിൽ ലഹരി വിൽപ്പന നടത്തിയിരുന്ന ഒരു സംഘമായിരുന്നു ഇവർ. അതിനെ ചോദ്യം ചെയ്തു. പിന്നീട് അവിടെ സംഘടനാ തലത്തിൽ തന്നെ ആലപ്പുഴയിൽ CPIM പ്രവർത്തകരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് BMS പ്രവർത്തകർക്ക് തടവ് ശിക്ഷ കോടതി വിധിച്ചത്. 2013-ലാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്.